ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ കേരള സിലബസ് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ നെഗറ്റീവ് നമ്പേഴ്സിലെ കുറച്ച് ടെക്സ്റ്റിലെ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ്: ടേക്ക് വേരിയസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആസ് എക്സ്, വൈ, സെഡ് ആൻഡ് കമ്പ്യൂട്ട് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ആൻഡ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. ഇത് കണ്ടുപിടിക്കുക. ചെക്ക് വെദർ ദ ഇക്വേഷൻ x plus y into z equal to xz plus yz holds for all these. ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ, കുറച്ച് നമ്പർ ഇട്ടിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു ടേബിളാക്കി എഴുതി വെക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട, കാരണം ഇതെല്ലാം മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കണക്കുകളേ ഉള്ളൂ. അപ്പോൾ ടേബിൾ പെട്ടെന്ന് ചെയ്ത് നമുക്ക് എഴുതി വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ്, വൈ, സെഡ്, എക്സ് പ്ലസ് വൈ വേണം, എക്സ് സെഡ് വേണം, എക്സ് സെഡ്, വൈ സെഡ് വേണം, വൈ സെഡ്. ഇനി എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ആണ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ്. ഇനി എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഈ കോളത്തിൽ കിട്ടുന്നു, എക്സ് സെഡ് പ്ലസ് വൈ സെഡ് ഈ കോളത്തിൽ കിട്ടുന്ന രണ്ടും ഈക്വൽ ആവണം. അങ്ങനെ ഈക്വൽ ആകുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഈക്വൽ ടു എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോ വാല്യൂ കൊടുക്കാം. എക്സിന് 1 കൊടുത്തു, -1 കൊടുത്തു, 2, -2, 3, -3, 4 കൊടുത്തു. ഇനി വൈക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. -5, 8, -7, 5, 4, -9, -10. ഇനി സെഡിന് -6, 12, -8, -2, 11, 4, -3. ഈ വാല്യൂ തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ വെച്ച് നമുക്കിതിനെ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഓരോന്നും കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഈ രണ്ട് കോളം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 1 -5. അപ്പോൾ അത് ഡിഫറൻറ്റ് സൈനാണ്. അത് കൂട്ടിയാൽ തമ്മിലുള്ള വ്യത്യാസം 4. അപ്പോൾ സൈൻ -1, കാരണം 5ൻ്റെ സൈനാണ് വലുത്. അപ്പോൾ -4. -1ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 7. 8ൻ്റെ സൈനാണ് വലുത്, അതുകൊണ്ട് 7ൻ്റെ സൈൻ പോസിറ്റീവ്. ഇനി 2ഉം -7 തമ്മിലുള്ള വ്യത്യാസം 5. 7ൻ്റെ സൈനാണ് വലുത്, അതുകൊണ്ട് ആൻസറിൻ്റെ സൈൻ മൈനസ്. ഇനി -2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 3. 5ൻ്റെ സൈനാണ് വലുത്, അതുകൊണ്ട് പോസിറ്റീവ്. ഇനി 3, 4, 7 സാധാ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തന്നെയാണ്, കൂട്ടി എഴുതി. ഇനി -3ഉം -9ഉം സെയിം സൈനാണ്, അപ്പോൾ കൂട്ടുക. 9ഉം 3ഉം 12. രണ്ടും സെയിം സൈനാണ്, അത് മൈനസ് ആണ്, അതുകൊണ്ട് -12. ഇനി 4ഉം -10ഉം തമ്മിലുള്ള വ്യത്യാസം 6. 10ൻ്റെ സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് -6. ഇനി എക്സ് സെഡും വൈ സെഡും മൾട്ടിപ്ലിക്കേഷൻ ആണ്, നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യം, നമ്പേഴ്സ് സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു വ്യത്യാസമില്ല രണ്ടിലും. പിന്നെ ചെയ്യേണ്ട കാര്യം, സൈൻ ഇടുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, നമ്പേഴ്സിന് സെയിം സൈൻ ആണെങ്കിൽ, സംഖ്യകൾക്ക് ഒരേ ചിഹ്നമാണെങ്കിൽ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരേ ചിഹ്നമാണെങ്കിൽ പോസിറ്റീവ് സൈനും, വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ ഡിഫറൻറ്റ് സൈൻസ് ആണെങ്കിൽ അവിടെ ആൻസറിൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. അതായത് പോസിറ്റീവും വന്നാൽ പോസിറ്റീവ്, അതുപോലെ നെഗറ്റീവും വന്നാലും സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവും ഡിഫറൻറ്റ് സൈൻ വന്നാലാണ് നെഗറ്റീവ് ആവുക. ബാക്കി ഒന്നും ചിന്തിക്കാനുള്ള, നമ്പേഴ്സ് സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എക്സ് സെഡ് ആണ്, അപ്പോൾ എക്സ് 1, സെഡ് 6. അപ്പോൾ 1 × 6 6 ഡിഫറൻറ്റ് സൈനാണ്, അതുകൊണ്ട് മൈനസ് ഇട്ടു. ഇനി -1 × 12 ആൻസർ 12, സൈൻ മൈനസ്, കാരണം ഡിഫറൻറ്റ് സൈനാണ്. ഇനി 2 × 8 2 × 8 16 ഡിഫറൻറ്റ് സൈനാണ്, അപ്പോൾ -16. ഇനി 2 × 2 4 ആണ്, -2 ആണ്, രണ്ടും സെയിം സൈനാണ്, അതുകൊണ്ട് ആൻസറിൻ്റെ സൈൻ പോസിറ്റീവ്. അടുത്തത് 3 × 11 33 രണ്ടും സെയിം സൈനാണ്, പോസിറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ് സൈൻ. അടുത്തത് 3 × 4 4 × 3 12 ആണ്, പക്ഷേ ഇവിടെ ഡിഫറൻറ്റ് സൈനാണ്, അതുകൊണ്ട് -12. ഇനി ഇവിടെയും 4 × 3
12 ആണ്, അതും ഡിഫറൻറ്റ് സൈൻ ആണ്, അതുകൊണ്ട് മൈനസ്. ഇനി നമുക്ക് വൈ സെഡ് ആണ് വേണ്ടത്. വൈ ഇൻറ്റു സെഡ്. 5 ഇൻറ്റു 6 30. രണ്ടും സെയിം സൈൻ ആണ്, മൈനസ്. സെയിം സൈൻ ആയതുകൊണ്ട് പോസിറ്റീവ്. അടുത്തത് 8 ഇൻറ്റു 12 96. ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്, അവിടെ ആൻസറും പോസിറ്റീവ്. പിന്നെ അടുത്തത് 7 ഇൻറ്റു 8 56. രണ്ടും സെയിം സൈൻ ആണ്, ആൻസറിൻ്റെ സൈൻ പോസിറ്റീവ്. പിന്നെ 5 ഇൻറ്റു 2 10. ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണ്, അതുകൊണ്ട് ആൻസറിൻ്റെ സൈൻ മൈനസ്. ഇനി 11 ഇൻറ്റു 4 44. സെയിം സൈൻ ആണ്, പോസിറ്റീവ്. ഇനി 9 ഇൻറ്റു 4 36. 9 സൈൻ മൈനസും 4 സൈൻ പ്ലസും ആണ്, അപ്പോൾ വ്യത്യസ്ത സൈൻ ആണ്, അതുകൊണ്ട് മൈനസ്. അടുത്തത് 10 ഇൻറ്റു 3 ആണ്. 10 ഇൻറ്റു 3 30. രണ്ടും മൈനസ് ആണ്, സെയിം സൈൻ ആണ്, അതുകൊണ്ട് ആൻസർ പോസിറ്റീവ്. ഇത്രയും നമ്മൾ കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് അത് കൊടുത്തു നോക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ആണ്. നമുക്ക് എക്സ് പ്ലസ് വൈ -4 എന്ന് കിട്ടിയിട്ടുണ്ട്. -4 ഇൻറ്റു സെഡ് അവിടെ -6 ആണ്, ഈക്വൽ ടു 4 ഇൻറ്റു 6 24. ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്, അതുകൊണ്ട് സെയിം സൈൻ ആയതുകൊണ്ട് ആൻസറിൻ്റെ സൈൻ പോസിറ്റീവ്. ഇനി എക്സ് പ്ലസ് വൈ ഇവിടെ 7 ആണ്. 7 ഇൻറ്റു അവിടുത്തെ സെഡ് 12 ആണ്, ഇൻറ്റു 12 ഈക്വൽ ടു 84. സൈൻ രണ്ട് സെയിം സൈൻ ആണ്, രണ്ട് പോസിറ്റീവ് ആണ്, ആൻസർ പോസിറ്റീവ് തന്നെ. ഇനി അടുത്തത് എക്സ് പ്ലസ് വൈ ഇവിടെ -5 ആണ്. -5 ഇൻറ്റു അവിടുത്തെ സെഡ് -8 ആണ്, -8 ഈക്വൽ ടു 40. ഇവിടെ രണ്ട് നെഗറ്റീവ് ആണ്, സെയിം സൈൻ ആണ്, അതുകൊണ്ട് ആൻസറിൻ്റെ സൈൻ പോസിറ്റീവ്. അടുത്തത് എക്സ് പ്ലസ് വൈ ഇവിടെ 3 ആണ്. 3 ഇൻറ്റു സെഡ് -2 ആണ്, -2 ഈക്വൽ ടു 3 ഇൻറ്റു 2 6. ഡിഫറൻറ്റ് സൈൻ ആണ്, അതുകൊണ്ട് ആൻസർ -6. അടുത്തത് എക്സ് പ്ലസ് വൈ 7 ആണ്. 7 ഇൻറ്റു സെഡ് 11 ആണ്, 11 പോസിറ്റീവ് ആണ്, ഈക്വൽ ടു 77. സൈൻ പോസിറ്റീവ് ആണ്. അടുത്തത് എക്സ് പ്ലസ് വൈ -12 ആണ്. ഇൻറ്റു സെഡ് അവിടെ പോസിറ്റീവ് 4 ആണ്, 4 ഈക്വൽ ടു 12 ഇൻറ്റു 4 48. 48 ഇവിടെ ഡിഫറൻറ്റ് സൈൻ ആണ്, അതുകൊണ്ട് ആൻസറിൻ്റെ സൈൻ മൈനസ്. ഇവിടെ എക്സ് പ്ലസ് വൈ -6 ആണ്. -6 ഇൻറ്റു സെഡിൻ്റെ സൈൻ -3 ആണ്, -3 ഈക്വൽ ടു 6 ഇൻറ്റു 3 18. സെയിം സൈൻ ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. എക്സ് സെഡ് -6 ആണ്. എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. എക്സ് സെഡ് -6 പ്ലസ് വൈ സെഡ് 30 ആണ്, 30 ഈക്വൽ ടു ഡിഫറൻറ്റ് സൈൻ ആണ്, തമ്മിലുള്ള വ്യത്യാസം 24. 30ൻ്റെ വലിയ നമ്പറിൻ്റെ സൈൻ, 30ൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. അടുത്തത് എക്സ് സെഡ് അവിടെ -12 ആണ്. -12 പ്ലസ് വൈ സെഡ് 96 ആണ്, 96 ഈക്വൽ ടു തമ്മിലുള്ള വ്യത്യാസം 96 നിന്ന് 12 കുറച്ചാൽ 84. വലിയ നമ്പർ 96 ആണ്, അതുകൊണ്ട് 96ൻ്റെ സൈൻ പോസിറ്റീവ്. ഇനി അടുത്തതിൽ എക്സ് സെഡ് -16 ആണ്, -16 പ്ലസ് വൈ സെഡിൻ്റെ വാല്യൂ 56 ഈക്വൽ ടു 16 56 നമ്മളുടെ ഡിഫറൻസ് 40. ഡിഫറൻറ്റ് സൈൻ ആണ്, അതുകൊണ്ട് വ്യത്യാസം എഴുതി 40. ഇനി 56ൻ്റെ സൈൻ, അതായത് പോസിറ്റീവ്. ഇനി ഇവിടെ എക്സ് സെഡ് 4 ആണ്. 4 പ്ലസ് വൈ സെഡ് 10 ആണ്, -10 ഈക്വൽ ടു ഇവിടെയും ഡിഫറൻറ്റ് സൈൻ ആണ്, തമ്മിലുള്ള വ്യത്യാസം 10 ന് 4 കുറച്ചാൽ 6. 10ൻ്റെ സൈൻ വേണം, 10ൻ്റെ സൈൻ നെഗറ്റീവ് ആണ്, ആൻഡ് ആൻസറിൻ്റെ സൈൻ നെഗറ്റീവ്. അടുത്തത് എക്സ് സെഡ് 33 പ്ലസ് വൈ സെഡ് 44 ആണ്, 44 ഈക്വൽ ടു ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡിഫറൻസ് അല്ല, തമ്മിൽ ആഡ് ചെയ്യണം. 33 44 കൂട്ടിയാൽ 77, 77 പോസിറ്റീവ് ആണ്. അടുത്തത് എക്സ് സെഡ് -12 ആണ്. -12 പ്ലസ് -36 ഈക്വൽ ടു സെയിം സൈൻ ആണ്, അപ്പോൾ തമ്മിൽ ആഡ് ചെയ്യണം. 36 12 36 10 46 48 48. പക്ഷേ ഇവിടെ സൈൻ പോസിറ്റീവ് അല്ല, രണ്ടും മൈനസ് ആണ്, അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ -48 കിട്ടും.
അടുത്ത് എക്സ് സെഡ് -12 ആണ്. -12 പ്ലസ് വൈ സെഡ് 30 ആണ്. ഈക്വൽ ടു, ഇവിടെ ഡിഫറൻറ്റ് സൈൻ ആണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം 30 നിന്ന് 12 കുറച്ചാൽ നമുക്ക് 18 കിട്ടും. സൈൻ 30 ആണ് വലിയ നമ്പർ. 30ൻ്റെ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് സൈൻ പോസിറ്റീവ്. ഇനി ചെക്ക് ചെയ്യുക, എക്സ് പ്ലസ് വൈ സെഡും എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡും ഈക്വൽ ആണോ? ഇവിടെ കിട്ടിയത് 24 ആണ്, ഇവിടെയും 24. 84 സൈൻ ഒന്നും മാറ്റമില്ല. 40 ഇവിടെ 40 ആണ്. -6 ആണ്, ഇവിടെ -6 ആണ്. 77 -48 -48 -18 -18. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഈക്വൽ ടു എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടി.